Okay, അപ്പോൾ നമ്മൾ പ്ലസ് ടുവിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ദി സോളിഡ് സ്റ്റേറ്റ്. അപ്പം ഇതാണ് സോളിഡ്സിന്റെ ഒരു അറേഞ്ച്മെന്റ് ഡയഗ്രാം. നമുക്കറിയാം സോളിഡ്സിന്റെ പ്രോപ്പർട്ടി ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് സോളിഡ്സിനെ സംബന്ധിച്ച് they have a definite shape, mass, volume and density. സോളിഡ് സ്റ്റേറ്റിലുള്ള വസ്തുക്കൾക്ക് വ്യക്തമായുള്ള ഷേപ്പ് ഉണ്ട്, ആകൃതിയുണ്ട്, അതുപോലെ തന്നെ മാസ് ഉണ്ട്, വോളിയം വ്യാപ്തമുണ്ട്. മാസും വോളിയം ഉള്ളതുകൊണ്ട് തന്നെ അവയ്ക്ക് വ്യക്തമായ ഡെൻസിറ്റി ഉണ്ട്. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇനി എന്തുകൊണ്ടാണ് അവയ്ക്ക് വ്യക്തമായിട്ടുള്ള മാസ് അല്ലെങ്കിൽ ഷേപ്പ് ഒക്കെ ഉള്ളതെന്ന് ചോദിച്ചാൽ ഇസ് ബിക്കോസ് ഓഫ് ദ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ. ഇതാണ് സോളിഡ്സ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഓരോ പാർട്ടിക്കിളാണ്. അത് മേ ബി ആറ്റവും മോളിക്യൂളും അയോണും ഒക്കെ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഈ പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കിൾ തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. നമ്മൾ ഇത് എ ബി എന്ന രണ്ട് പാർട്ടിക്കിൾ എടുക്കുവാണെങ്കിൽ തമ്മിൽ അട്രാക്ഷൻ ഉണ്ട് അല്ലേ? ഡിസ്റ്റൻസ് വളരെ കുറവല്ലേ? ഈ രണ്ട് പാർട്ടിക്കിളിനിടയ്ക്ക് ഡിസ്റ്റൻസ് കുറവും അട്രാക്ഷൻ കൂടുതലും. അപ്പം ഡിസ്റ്റൻസ് കുറവുള്ളതുകൊണ്ടും അട്രാക്ഷൻ കൂടുതലുള്ളതുകൊണ്ടാണ് അവയ്ക്ക് എന്ത് വരുന്നത്? വ്യക്തമായിട്ടുള്ള ഷേപ്പ് വരുന്നത്. ആണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി സോളിഡ്സിന്. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? സോളിഡ്സ് ഹാവ് ഡെഫിനറ്റ് ഷേപ്പ്, മാസ്, വോളിയം ആൻഡ് ഡെൻസിറ്റി. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? എന്തുകൊണ്ട് അവയ്ക്ക് വ്യക്തമായിട്ടുള്ള ഷേപ്പ് ഉള്ളത്? ദ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഈസ് വെരി ഹൈ and the distance between the particle is very low. Okay, നമ്മൾ ഈ ഓരോ പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഓരോ പാർട്ടിക്കിളും ഒരു ഫിക്സഡ് പൊസിഷനിൽ നിൽക്കുക. അതിന് മറ്റൊരു പൊസിഷനിലോട്ട് മാറാൻ പറ്റുമോ? മാറാൻ പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവയ്ക്ക് എന്തുണ്ട്? റിജിഡിറ്റി ഉണ്ട്. ഇപ്പൊ നമുക്കറിയാവുന്ന മിക്ക സോൾസുകളും എല്ലാം എന്താണ്? ഹാർഡായിട്ടിരിക്കുന്ന വസ്തുക്കളാണ്. സോഫ്റ്റ് ആയിട്ടുള്ള സോൾസ് വളരെ കുറവാണ്. അപ്പം hence they possess rigidity. അതുപോലെ തന്നെ ഇവയ്ക്ക് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. കാരണം ഈ പാർട്ടിക്കിളൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മൂവ് ചെയ്ത് പോകാനൊന്നും പറ്റത്തില്ല. These are the general properties of solids. So solids have a definite shape, mass, volume and density. The reason for the shape എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ the intermolecular force of attraction between the particle is very high and the distance between the particle is very low. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? The particle cannot oscillate through the mean position. അതിന്റെ ആ പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മാറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ hence they possess rigidity. The last point is എന്താണ്? The freedom of movement of the molecule is very low. ആ മോളിക്യൂളിനൊന്നും മൂവ്മെന്റ് ചെയ്ത് പോകാൻ പറ്റില്ല. പ്രോപ്പർട്ടീസ്. സോ നമ്മൾ ചാപ്റ്ററിന്റെ ബിഗിനിങ് പഠിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും സോളിഡ്സ് രണ്ടായി ക്ലാസിഫൈ ചെയ്യും. സോളിഡ്സ് ആർ broadly classified into two types. The first one is crystalline solids and the second one is amorphous solids. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾ. ഈ മോളിക്യൂളിനുള്ളിൽ അല്ലെങ്കിൽ ഒരു സോളിഡ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ആ സോളിഡ്സിനുള്ളിലെ പാർട്ടിക്കിളിന്റെ അറേഞ്ച്മെന്റ് അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും അമോർഫസ് സോളിഡ് എന്നും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ രണ്ട് ഫിഗർ വരയ്ക്കാം. എന്താ വ്യത്യാസം ഈ രണ്ട് ഫിഗർ തമ്മിൽ? ഈ ഫസ്റ്റ് ഫിഗറിൽ പാർട്ടിക്കിൾ എല്ലാം ഒരു റെഗുലർ അറേഞ്ച്മെന്റിലാണ് അല്ലേ? ഇതിപ്പോ നമ്മൾ ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ, അങ്ങനെ നമ്മൾ ലെയർ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്കൊരു അറേഞ്ച്മെന്റ് ഉണ്ട് പാർട്ടിക്കിളിന് അല്ലേ? ഇവിടെ അറേഞ്ച്മെന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടുത്തെ കേസിൽ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞാൽ ദ സോളിഡ്സ് whose particles are arranged in a regular orderly manner. റെഗുലർ ആയിട്ടാണ് പാർട്ടിക്കിളിനെ അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. But in the case of amorphous solids, the particles are irregular arrangement. ഇവിടെ അറേഞ്ച്മെന്റ് ഒന്നും ഇല്ല. അപ്പോൾ ഈ അറേഞ്ച്മെന്റ് അടിസ്ഥാനത്തിലാണ് നമ്മുടെ സോളിഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തത്, ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും അമോർഫസ് സോളിഡ് എന്നും. Okay, so the crystalline solids are the solids whose particles are arranged in a regular order, while in the case of amorphous solids, the particles are arranged in an irregular order. ഓർഡർ ഒന്നുമില്ല. ഇതാണ് അതിന്റെ ഡെഫിനിഷൻസ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ട്രൂ സോളിഡ്സ്. എന്താണെന്ന് വെച്ചാൽ സോളിഡ്സിന്റെ എല്ലാ പ്രോപ്പർട്ടീസും അവർ കാണിക്കും. ഇവിടെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ സോളിഡ്സ്. കപട എന്നാണ് സ്യൂഡോ വാക്കിനർത്ഥം കപടം എന്നാണ്. അതായത് ഇത് നമുക്ക് പുറമെ നോക്കുമ്പോഴേ ഉള്ളൂ സോളിഡ്സിന്റെ പ്രോപ്പർട്ടീസ് അത് കാണിക്കുന്നത്. പക്ഷെ അത് എന്തായാലും നോക്കുമ്പോൾ എന്താണത്? കപടമാണ്. അതായത് എല്ലാ പ്രോപ്പർട്ടിയൊന്നും ആരും കാണിക്കത്തില്ല, സോളിഡ്സിന്റെ പ്രോപ്പർട്ടി കാണിക്കത്തില്ല. ഇനി ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ എക്സാമ്പിൾസ് ആണ് മിക്ക സോൾട്ടുകൾ ലൈക്ക് NaCl, KCl, LiCl, ഇതൊക്കെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എക്സാമ്പിൾ ആണ്. ഈ അമോർഫസ് സോളിഡ്സിന് എക്സാമ്പിൾ ആണ് ഗ്ലാസ്, പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ പോളിമർ. ഇതൊക്കെ നമ്മുടെ അമോർഫസ് സോളിഡ്സിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്രിസ്റ്റലൈൻ സോളിഡ്സും
amorphous solids. So the solids are broadly classified into two types on the basis of the arrangement of particles. Particles arrangement അടിസ്ഥാനത്തിൽ നമുക്ക് solids രണ്ടായിട്ട് നമ്മൾ classify ചെയ്യും. Crystalline solids ഉം amorphous solids ഉം. The solids whose particles are arranged in a regular order are called crystalline solids. Irregular order are called amorphous solids. Crystalline solids are also known as true solids, while amorphous solids are known as pseudo solids. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സോളിഡ് സ്റ്റേറ്റിൽ കാണുമ്പോൾ നമുക്കറിയാം പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് ഇതൊക്കെ മെൽറ്റ് ചെയ്താൽ എന്ത് ചെയ്യും, ഉരുകും അല്ലെ, അതായിട്ട് മാറുന്നില്ല, അത് ഏത് സ്റ്റേറ്റിലോട്ട് മാറുന്നത്, ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറും. Hence it is also known as supercooled liquid. അങ്ങനെ വേണ്ട തന്നെ അറിയപ്പെടാം. സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്നും നമ്മൾ അമോർഫസ് സോളിഡിനെ വിളിക്കും. നിങ്ങൾ ഈ പഴയ ബിൽഡിംഗ് ഒക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും, അവിടുത്തെ വിൻഡോ പെയിൻസ്, ഈ ഗ്ലാസ് വിൻഡോ പെയിൻസ് ഒക്കെ നോക്കുമ്പോൾ അതിന്റെ താഴ്ഭാഗത്ത് കട്ടി കുറച്ച് കൂടുതലായിരിക്കും മുകൾ ഭാഗത്തെ അപേക്ഷിച്ച്. എന്താണെന്ന് ചോദിച്ചാൽ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അമോർഫസ് സോളിഡ്സ് ആണ്. ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്തെങ്കിലും വേരിയേഷൻ വരുമ്പോൾ ഈ മുകളിൽ എന്ത് ചെയ്യും, ഇത് മെൽറ്റ് ചെയ്യും. ഗ്ലാസ് മെൽറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ മെൽറ്റ് ചെയ്ത് താഴെ എന്ത് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് താഴെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വിൻഡോ പെയിൻസിന്റെ ഒക്കെ താഴ്ഭാഗത്ത് തിക്നെസ് കൂടുതലും മുകൾ ഭാഗത്ത് തിക്നെസ് കുറവും. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അമോർഫസ് സോളിഡ്. എക്സാമിന് സാധാരണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണത്. വിൻഡോ പെയിൻസ് എടുക്കുമ്പോൾ നമ്മൾ ഓൾഡ് ബിൽഡിങ്ങിന്റെ വിൻഡോ പെയിൻസ് നമ്മൾ നോക്കുമ്പോൾ എന്ത് പറ്റും, താഴ്ഭാഗത്ത് തിക്നെസ് കൂടുതലായിരിക്കും മുകൾ ഭാഗത്തേക്കാൾ അപേക്ഷിച്ച്. കാരണം മനസ്സിലായല്ലോ, മുകൾ ഭാഗത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്ലാസ് എന്ന് പറഞ്ഞ ഒരു അമോർഫസ് സോളിഡ് ആണ്. അതെന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോൾ അത് മെൽറ്റ് ചെയ്തിട്ട് താഴോട്ട് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയാണ് എന്തായിട്ട് മാറുന്നത്, അത് താഴ്ഭാഗത്ത് തിക്നെസ് കൂടാൻ കാരണമാകും. Hence they are also known as supercooled liquid. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും. ക്ലിയർ ആണോ പറഞ്ഞത്? ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ്. അപ്പം ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആയാലും അമോർഫസ് സോളിഡ്സ് ആയാലും ഡിഫറൻസ് ചോദിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതി വെക്കേണ്ടത് അതിന്റെ ഡെഫിനിഷൻ തന്നെയാണ്. Crystalline solids, amorphous solids. Amorphous solids. Crystalline solids നമ്മൾ already പറഞ്ഞു കഴിഞ്ഞു. Solids whose particles are arranged in a regular order are called crystalline solids. Amorphous solids ആകുമ്പോൾ irregular order. അതാണ് ഫസ്റ്റ് പോയിന്റ്. Crystalline solids definition, amorphous solid definition ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് വരുന്നതാണ് crystalline solids നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതാ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഞാൻ വരയ്ക്കുകയാണ്. ഇതിന് വ്യക്തമായ ഷേപ്പ് ഉണ്ട്, ഒരു ജോമെട്രിക് പാറ്റേൺ ഉണ്ട്. ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ. ഇനി വേണമെങ്കിൽ അടുത്ത ലെയർ ആയിട്ട് എന്ത് വരാം, നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിക്കാനുണ്ട് നമുക്ക്. ഇങ്ങനെ തന്നെ പോവാം. ഒരു ഡെഫിനിറ്റ് പാറ്റേൺ അല്ലെങ്കിൽ ഡെഫിനിറ്റ് എന്ത് കാണും, ഒരു ജോമെട്രിക് പാറ്റേൺ ആർക്ക് കാണും, ക്രിസ്റ്റലൈൻ സോളിഡ്സിന് കാണും. എന്നാൽ അമോർഫസ് സോളിഡിൽ എന്തില്ല, ആ ഒരു ജോമെട്രിക് പാറ്റേൺ ഒന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. First one is definition. Second one, crystalline solids have a definite geometric pattern, while in the case of amorphous solids, they do not have any geometric pattern. ഇനി നിങ്ങൾ സോളിഡിൽ അതൊക്കെ പഠിച്ചിട്ടുണ്ട്, സിമെട്രി അല്ലേ, നിങ്ങൾ റേഡിയൽ സിമെട്രി, ബൈലാറ്ററൽ സിമെട്രി, നമ്മൾ കെമിസ്ട്രിക്കാരുടെ സിമെട്രി ഉണ്ട്, ഒരുപാട് സിമെട്രി വരുന്നുണ്ട്. ഇപ്പൊ സിമെട്രി എന്നുള്ള പേരുമായിട്ട് ഞാൻ ക്ലീവേജ് എന്നാക്കുമ്പോൾ ക്ലീവേജ്, ഇപ്പം നമുക്ക് ഇയാളെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന രണ്ട് ഭാഗം എന്തായിരിക്കും, ഈക്വൽ ഹാഫ് ആയിരിക്കും. ഇവിടെ ചെറിയ വ്യത്യാസമാണ്, വരച്ചതിന്റെ ബുദ്ധാണ്. ഈക്വൽ ഹാഫ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എല്ലാം എന്ത് കാണിക്കും, റെഗുലർ ക്ലീവേജ് കാണിക്കും അല്ലെങ്കിൽ റെഗുലർ സിമെട്രി കാണിക്കും. പക്ഷെ അമോർഫസ് സോളിഡ് എന്ത് കാണിക്കത്തില്ല, സിമെട്രി അല്ലെങ്കിൽ ക്ലീവേജ് ഒന്നും. ആണ് മൂന്നാമത്തെ പോയിന്റ്. They have a regular cleavage, they have irregular cleavage. മൂന്ന് പോയിന്റ് ക്ലിയർ ആണല്ലോ. നാലാമത്തെ പോയിന്റ് ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഷാർപ്പ് ആയിരിക്കും. മെൽറ്റിംഗ് പോയിന്റും they have a sharp melting point and boiling point. But amorphous solids എന്ത് കാണത്തില്ല, ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒന്നും കാണിക്കത്തില്ല. നാല് പോയിന്റ് ക്ലിയർ ആണോ? ലാസ്റ്റ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് is crystalline solids are anisotropic. Amorphous solids are isotropic. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു പോയിന്റ്, ഐസോട്രോപിക്. എന്താ ഐസോ എന്ന് പറഞ്ഞാൽ എന്താ, സെയിം. നമ്മൾ ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്രോൺ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഐസോ എന്ന വാക്കിന് അർത്ഥം സെയിം എന്നാണ്. അപ്പൊ അനൈസോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. സോ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് വരയ്ക്കുകയാണ് മനസ്സിലാക്കാൻ വേണ്ടി. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എടുത്തേക്കുവാണ്. ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സ് കൂടെ ഞാൻ ലൈറ്റ് കടത്തി വിടുന്നു, ഹീറ്റ് കടത്തി വിടുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നു. മൂന്ന് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കടത്തി വിടുന്നു. ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആൻഡ് ടെമ്പറേച്ചർ, തെർമൽ കണ്ടക്ടർ, ഹീറ്റ്.
അപ്പം ലൈറ്റ് ആകുമ്പോൾ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരു വാല്യൂ വരും, ഇലക്ട്രിസിറ്റി ടെമ്പറേച്ചർ ആകുമ്പോൾ കറസ്പോണ്ടിങ് വാല്യൂസ് വരും. ഈ ക്രിസ്റ്റലൈൻ സോൾസ് സംബന്ധിച്ച് ഈ ഡിഫറെന്റ് വാല്യൂസ് നമുക്ക് ഡിഫറെന്റ് ഡയറക്ഷനിൽ ഡിഫറെന്റ് വാല്യൂസ് നമുക്ക് കിട്ടുന്നത്. ഒരു ഭാഗത്തുള്ള കറണ്ട് കടത്തി വിടുമ്പോൾ മറ്റൊരു ഭാഗത്തുള്ള കറണ്ട് കടത്തി വിടുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കത്തില്ല ഇപ്പുറത്തുള്ള കടത്തുമ്പോൾ കിട്ടുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഡിഫറെന്റ് വാല്യൂസ് ഡിഫറെന്റ് ഡയറക്ഷൻ. ആ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് അനൈസോട്രോപിക്. സോ ക്രിസ്റ്റലൈൻ സോൾട്സ് ആർ അനൈസോട്രോപിക് ഇൻ നേച്ചർ എന്നതിന്റെ അർത്ഥം എന്താണ്? Like the physical properties like refractive index, electrical conductivity, thermal conductivity get different values in different direction. ആ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് അനൈസോട്രോപിക്. ഇവിടെ എന്തായിരിക്കും കിട്ടുന്ന വാല്യൂ ഒന്നായിരിക്കും, ഒരുപോലെ ആയിരിക്കും. നമ്മൾ അവയെ വിളിക്കുന്നത് ഐസോട്രോപിക്. ഇത്രയുമാണ് നമ്മുടെ സോളിഡ് സ്റ്റേറ്റിലെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ സോൾട്സ് ആൻഡ് അമോർഫസ് സോൾട്സ്. 4 മാർക്കിന് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ പറയാം ക്രിസ്റ്റലൈൻ സോൾട്സ് ആകുമ്പോൾ എന്താണ്? The particles are regular orderly manner. Amorphous ആകുമ്പോൾ irregular orderly manner. പിന്നെ ഇവിടെ എന്തായിരുന്നു? They have a definite geometric pattern. അപ്പോൾ എന്താണ്? They do not have any geometric pattern. They have a regular cleavage. They have irregular cleavage. They have sharp melting point and boiling point. They do not have sharp melting point and boiling point. Then they are anisotropic. They are isotropic. ഒരു പോയിന്റ് വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു crystalline solids are true solids. They are pseudo solids. Okay. ഇത്രയാണ് നമ്മുടെ introduction